ഇപ്പോഴും ആനപ്പറമ്പിൽ ഈ ആനവാൽ ചോദിച്ചു വരുന്ന ആളുകളുണ്ടോ? മറ്റേ ആനവാല് കിട്ടി കഴിഞ്ഞാൽ ധൈര്യം വരും എന്നൊക്കെയുള്ള ഇതില് ആനവാല് ചോദിച്ചു വരുന്ന ആളുകളുണ്ടോ? ഒരുപാട് ആൾക്കാര് ചോദിക്കും. ആ, ഒരുപാട് ആൾക്കാര് ചോദിക്കും. കൊടുക്കാമെന്ന് പറയും. കൊടുക്കത്തില്ല എന്ന് ഒരാളോടും ഞാൻ പറയില്ല. ആ, അല്ല എന്റെ കാര്യാ ഞാനീ ആ, പറയുന്നെ. മറ്റുള്ള ഒരാളിന്റെ കാര്യല്ല. എന്റെ കാര്യാ. ഞാൻ പറയും തരാമെന്ന് പറയും. ആ. പക്ഷെ കൊടുക്കത്തില്ല. ആ നയതന്ത്രം എനിക്കിഷ്ടായി. കൊടുക്കത്തില്ല എന്ന് പറയത്തില്ല. ആ, അത് തരില്ല എന്ന് ഞാൻ പറയത്തില്ല. ആ, തരാം. അത് അപ്പൊ അത് ഏതേലും തരത്തിൽ കൊണ്ട് കെട്ടിക്കഴിയുമ്പോ പറയും, "എന്നാ ആ, അത്ര ആൾക്കാരൊക്കെ എനിക്ക് മോശമാ കണ്ടാല്." ആ. അങ്ങനെ അവരെ സോൾവ് ചെയ്തങ്ങ് വിടും. അല്ലാതെ അവർക്കൊരു വിരോധം ഉണ്ടാക്കത്ത തരത്തിൽ കട്ടാൻ റേറ്റായിട്ട് "അയ്യോ ഞാൻ തരത്തില്ല" എന്ന് പറയില്ല. അവര് ശരിക്കും ഈ ആനവാൽ അങ്ങനെ കൊടുത്ത് ആനയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ടോ? ഒരിക്കലും അത് പാടില്ല ശരിക്ക്. ഉം, ഇതിനൊരു അഴകോട് കൂടി ഇതിന്റെ ഇതിന്റെ നമ്മളിപ്പോ ഒരു പൂരപ്പറമ്പിൽ പോയാൽ പല ആനകളെയും നമ്മൾ കാണുമല്ലോ. ഉം, ചിലതിന്റെ വാല് പകുതിയേ കാണത്തുള്ളൂ. ഉം, അതൊക്കെ എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ട് മുറിഞ്ഞു പോകുന്നതാ. ചിലപ്പോൾ ആനകൾ കടിച്ചിട്ടാകാം. ഉം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കയറിട്ട് കെട്ടിയിട്ട് ഇത് ചിലതൊക്കെ വലിക്കും വാലിനടിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളത് മുറിഞ്ഞു പോകാം. ഉം, മുറിയാത്ത വാലുകൾ, രോമമുള്ള വാലുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഉം. അതൊരു പ്രത്യേക അഴകല്ലേ. അത് വീശി അതിനെ ഈച്ച ഓടിക്കാനും അതുപോലെ അതിൻ്റെ ദേഹത്ത് തടകാനും ഇതിൻ്റെ ഇരിക്കസ്ഥാനത്ത് വരെ ആ വാല് എത്തും. ഇതിൻ്റെ ഇരിക്കസ്ഥാനത്ത് വരെ എത്തുന്ന വാലുകളുണ്ട് ആനകളുടെ. അതായത് നിലത്ത് കിടന്ന് മുട്ടുന്ന വാല് ഇരിക്കസ്ഥാനത്ത് വരെ എത്തും. ഓക്കേ. അത് ഈ വാല് വളച്ചുകൊണ്ടിരുന്ന് നമ്മൾ ഇരിക്കസ്ഥാനത്ത് ഈ കോലം ആ, പിടിച്ചിരിക്കത്തില്ലേ, അവിടെ വരെ ആ എത്തിക്കാറ്. ആളിൻ്റെ പുറത്ത് വരെ ഈ വാലെത്തും. ഓ. അത് അപ്പം വാലിന് നീളം വേണം. അല്ലേ എത്തില്ല കേട്ടോ. അപ്പൊ ആനവാൽ ആരും ചോദിക്കരുത്. ചോദിക്കും. ചോദിക്കാത്തവരാരുമില്ല. ആഗ്രഹിക്കാത്തതും ആരുമില്ല. ഈ ആന ശരിക്കും ഒരു വന്യമൃഗമാണല്ലോ. ശരിക്കും ആനയ്ക്ക് മനുഷ്യരോട് സ്നേഹമുണ്ടോ? ആനയ്ക്ക് ശരിക്കും ആനയെ അനുസരണ പഠിപ്പിക്കാൻ പറ്റുമോ? ആനയെ നമ്മുടെ ശിക്ഷണത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന ശീലങ്ങളാ അത് പഠിക്കും. എന്ത് പഠിപ്പിച്ചാലും പഠിക്കും. ഓക്കെ. എന്ത് പഠിപ്പിച്ചാലും പഠിക്കും. ആ. യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. എന്ത് പഠിപ്പിച്ചാലും അറിവുള്ള ആനക്കാരൻ എന്ത് പഠിപ്പിച്ചാലും കൃത്യമായിട്ട് പഠിക്കും. കൃത്യമായിട്ട് അത് ചെയ്യുകയും ചെയ്യും. ഉം. അത് ആരോടും സ്നേഹമില്ലായ്മ ഒന്നുമില്ല. ആ. പക്ഷേ ചില ആനകൾക്ക് ഇപ്പം ബ്രാഹ്മണ, ക്ഷത്രിയ, വംശ, ശൂദ്ര ഉം. മനുഷ്യനുണ്ട്, മൃഗങ്ങളുമുണ്ട്. ഉം. എല്ലാത്തിൻ്റെ അടുക്കലും ഒരേപോലെ പറ്റില്ല. ഉം. ഒരാൾ ഒരു സാധനം കൊണ്ട് കൊടുക്കുക. ചിലത് ഒരാനക്കാരനും വേണ്ട മേടിച്ച് തിന്നും. ഉം. ഒരാളെ ഒന്നും ചെയ്യില്ല. ചില ആനകൾ അതല്ല. വാങ്ങി തിന്നുകയും ചെയ്യും, കൊടുക്കുകയും ചെയ്യും. അവന് അന്നേരം കൊടുക്കും. ചില ആനകൾ അതല്ല. കൊണ്ട് ചെല്ലുമ്പോഴേ കൊടുക്കും. ഓ. ആര്? എനിക്ക് എനിക്ക് നീ വരുന്നത് ഇഷ്ടമല്ല. ആളില്ലാതെ ചെല്ലുന്നത് ഇഷ്ടമല്ല എന്ന് കാണിക്കുന്ന ആനകളുണ്ട്. ചില ആനകൾ കാണിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഉം. ഞാൻ ഇന്നത് ചെയ്യാൻ പോവാണ്. ചില ആനകൾ അതല്ല. കണ്ണും അടച്ചങ്ങനെ നിൽക്കും. കൊണ്ടുവന്ന് കൊടുക്കും. മേടിച്ച് തിന്നേച്ച് അപ്പം കൊടുക്കും. അങ്ങനെയൊക്കെ പല സ്വഭാവ രീതികളുള്ള ആനകളുണ്ട്. ഒരാനക്കാരൻ നിൽക്കയില് ഒ ഒ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്ത ആനകളുമുണ്ട്. ഓ. ആ ആനക്കാരനെ അനുസരണയോടുകൂടിയും ആ ആനക്കാരൻ്റെ ചിട്ടവട്ടം അനുസരിച്ച് നിൽക്കുന്ന ഒരുപാട് അനവധി ആനകളുണ്ട്. പക്ഷേ ആനക്കാര് ഇതെന്താ സംഭവിക്കുന്നേ? ഈ ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പം ഒരാനക്കാരനെ അങ്ങ് മാറ്റും. ഉം. അതൊരിക്കലും ഒരു ഭൂഷണമല്ല. ഒരു ആനയുടെ ആയുസ്സിനോ അല്ലെ അതിൻ്റെ പിന്നെ ഹെൽത്തിനോ ഒന്നും ഒരു ഗുണകരമല്ല. ഒരു ആനക്കാരനെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഗുണമല്ല. ആനയ്ക്ക് ഗുണമല്ല, ആ സ്ഥാപനത്തിന് ഗുണമല്ല, ഉടമസ്ഥന്മാരുണ്ട് അവർക്കും ഗുണമല്ല. ഉം. നാട്ടുകാർക്ക് അതിനേക്കാൾ ദോഷമാകും. അതൊരിക്കലും പാടില്ലാത്ത ഒരു കാര്യം. നല്ലൊരു ആനക്കാരനാണെങ്കിൽ എങ്ങനെ ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ആരും ഇപ്പോൾ വെള്ളമടിച്ച് മദ്യപിച്ച് ഇപ്പോൾ പൂരപ്പറമ്പിലൊന്നും അങ്ങനെ കൂടുതലൊന്നും പോകാറില്ല ഉം. എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഉം. ഉം. അത് കഴിഞ്ഞിട്ട് കഴിക്കുമായിരിക്കാം. ഉം. അത് അവരുടെ സ്വന്തം താല്പര്യങ്ങളാണ്. പക്ഷേ എഴുന്നള്ളിപ്പ് സ്ഥലത്ത് മദ്യപിക്കുകയോ അല്ലെങ്കിൽ മദ്യപിച്ച് കൊണ്ട് ആനയെ കൊണ്ടുപോകുന്നതോ ഒന്നും ഒരു ഭൂഷണമല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ അതാണ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് അവിടെ വരുന്ന ജനങ്ങളെ മുഴുവൻ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാരാ ഈ ആനക്കാർ. അവിടെ ഒരു കോലാഹലം ഉണ്ടാക്കി ഒരു ഇഷ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അനവധി ആൾക്കാർക്ക് ആ പരിക്ക് പറ്റും. വെറുതെ ഓടി വീണ് പരിക്ക് പറ്റിയാൽ മതി. അനവധി. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് കള്ള് കുടിക്കുന്നതുകൊണ്ട് ആരോടും എനിക്ക് വിരോധമില്ല. പക്ഷേ നമ്മൾ എഴുന്നേൽപ്പ് സ്ഥലത്തോ ആനയും കൊണ്ട് നടക്കുന്ന സമയത്തോ മദ്യപിക്കരുതെന്നാണ് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളതും അപേക്ഷിക്കാനുള്ളതും. അതൊരു ഗുണപാഠമായിരിക്കണം നമുക്ക്. വരും തലമുറകൾക്കും അതൊരു ഗുണപാഠമായിരിക്കണം. ഈ അങ്ങനെ വേണം. ആനപ്പക അല്ലെങ്കിൽ ആന പക സൂക്ഷിക്കുന്ന ഒരു ജീവിയാണ് എന്നൊക്കെ പരക്കെ ആരോപണമുണ്ടല്ലോ. ശരിക്കും ആനയ്ക്ക് പകയുണ്ടോ? ആന നമ്മളെ ഈ നമ്മളിപ്പോൾ ഒരു ആനയിൽ ഒരു വർഷക്കാലം താമസിച്ചു.
തമാശ എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് നടക്കുന്നു, ഉം. അതിൻ്റെ ആനക്കാരനായിട്ട് കൊണ്ട് നടക്കുന്നു. ഈ ആനയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ചില ആനകൾ മറക്കില്ല, ചില ആനകൾ ഒരു കുഴപ്പമില്ല, ചില ആനകൾ അതല്ല, ദൂരെ കണ്ടു കഴിയുമ്പോഴേ ഓടിക്കും, ഉം. ആനക്കാരനെ ഓടിക്കും. അത് അപൂർവം ചില ആനകളേ ഉള്ളൂ കേട്ടോ. ഉം. ചില ആനകൾ മറക്കത്തില്ല, വർഷങ്ങൾ കഴിഞ്ഞാൽ മറക്കത്തില്ല. അഴിച്ചു കെട്ടി കൊണ്ട് നടക്കുന്ന ഒരാളെ മറക്കില്ല. ചില ആനകൾ പെട്ടെന്ന് മറക്കും, മറക്കുകയും ചെയ്യും, ഓടിക്കുകയും ചെയ്യും. അയാളെ തരത്തിന് കിട്ടിയാൽ ആക്രമിക്കുകയും ചെയ്യും. ഓക്കെ ഓക്കെ. വേദനിപ്പിച്ചത് ഓർത്തിരിക്കുന്ന വേദനിപ്പിച്ചത് ഓർത്തതല്ല, ഈ നമ്മൾ കൊണ്ട് നടന്ന് നമ്മൾ മാറിക്കഴിഞ്ഞല്ലോ, മാറിക്കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെന്നില്ലെങ്കിൽ അത് ചെയ്യും, ഉറപ്പാ. ചില ആനകൾ ചെയ്യും, ചിലത് ചെയ്യില്ല, ചിലത് മറക്കത്തേയില്ല, വർഷങ്ങൾ കഴിഞ്ഞ് ചെന്നാലും മറക്കില്ല. അതിനെയാണ് ആളുകൾ ഈ ആനപ്പകയായിട്ടൊക്കെ ആയിട്ടൊക്കെ കണക്കാൻ. ഇപ്പം പഴയ കാലത്തൊക്കെ ഞാൻ പറയും, ഈ സ്കൂളിലൊക്കെ പഠിക്കില്ല, സൂചിക്ക് കുത്തിയ കഥകളും വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച്, അതൊക്കെ ഒരു കഥയാണ്, പറഞ്ഞു മനസ്സിലായി. പക്ഷെ ആനകൾക്കറിയാം. ഇപ്പം ഈ കൊല്ലം ഇവിടെ ഒരു ആന വന്നാൽ അടുത്ത വർഷം ഒരു കൊല്ലം കഴിഞ്ഞാത്തൊക്കെ റോഡിൽ വന്നാൽ ഇവിടോട്ടാണെന്ന് തിരിയും ആന. നല്ല നിശ്ചയമാണ്, അതിനൊന്നും ഒരു മറവിയില്ല ആനയ്ക്ക്. അപ്പൊ ആനയ്ക്ക് ഒരാളോട് പകയുണ്ടാവണം ഉണ്ടെങ്കിൽ ആനയ്ക്കറിയാം, മനസ്സിൽ വെച്ചാൽ. ആനയ്ക്ക് സൗണ്ട് കൊണ്ടാണ് ആളിനെ ഏറ്റവും കൂടുതൽ അറിയുക, സൗണ്ട്, നമ്മുടെ സൗണ്ട്, പിന്നെ സ്മെല്ല്. കാഴ്ചയേക്കാൾ കൂടുതൽ ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ആനകൾ ശ്രദ്ധിക്കുന്നത്. ഈ കൈ കൊണ്ടുള്ള വാട പിടിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ ഓടിക്കുക, കൈ ഇങ്ങനെ ചിലതിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കും. സിനിമയിലല്ല, അല്ലാതെ തന്നെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ആള് പോകുന്ന ആ സ്മെല്ല്, അവിടെ നിന്ന് കാറ്റ് ഇങ്ങോട്ട് അടിക്കുക. ഇത് 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇതിന് കിട്ടും, ഈ സ്മെല്ല് കിട്ടും. ഒരാന അകലെ നിൽപ്പുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. വായുവിൽ കൂടി ഇത് കൂടുതൽ അറിയുക, അല്ലാതെ കണ്ടിട്ടല്ല. പിന്നെ സൗണ്ടിൽ ഇത്ര ദൂരെ നിന്ന് നമ്മൾ സൗണ്ട് വെച്ചാലും ആനയ്ക്കറിയാം. ഈ ആനയുമായി സംബന്ധിച്ചിട്ടുള്ള 2 ടേംസ് ആണല്ലോ, ഈ മദപ്പാടും ഇടച്ചിലും. ഈ ആനയ്ക്കുണ്ടാവുന്ന മദപ്പാടും ആനയ്ക്കുണ്ടാവുന്ന ഇടച്ചിലും ഒന്നാണോ? രണ്ടും രണ്ടാ. ഓക്കെ. ഈ മദപ്പാട് കാലഘട്ടം എന്ന് പറയുന്നത് അതിനെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് കെട്ടി, നമ്മുടെ നാട്ടിൻ പുറത്താകുമ്പോൾ അതിനെ കെട്ടിയിട്ടേ പറ്റുള്ളൂ. ഇപ്പം കാട്ടിലാണെങ്കിൽ അതിന് യഥോഷ്ടം സഞ്ചരിക്കാം, അതിന് മദപ്പാട് വരും, മദപ്പാട് ഒലിക്കും, അതിന് വിഹരിച്ച് നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നാട്ടിൻപുറത്ത് നയിക്കുന്നവരാനയ്ക്ക് അതില്ല. അതിനെ അന്നേരം നമ്മൾ മദപ്പാട് വരുന്ന കാലത്ത് നമ്മൾ ചില ആനകളെ മദപ്പാട് ഒലിച്ചതിന് ശേഷം കെട്ടാം, ചിലതിനെ ഒലിവാകുന്നതിന് 10 ദിവസം 15 ദിവസത്തേക്ക് മുമ്പേ കെട്ടണം, ഇല്ലെങ്കിൽ അത് ആപത്തുകൾ വരുത്തി വെക്കും. അപ്പം അതുകൊണ്ടാണ് മുൻകരുതൽ എന്നുള്ള നിലയിൽ അത് ഈ മദപ്പാടിൻ്റെ ആരംഭഘട്ട കാലമൊക്കെ ഇത് കാണിച്ചു തരുമ്പോൾ അത് മനസ്സിലാക്കി ആ ആനക്കാരൻ അതിനെ ബന്ധവസായിട്ട് കെട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാക്കാം. അതിൻ്റെ ശരീരത്തിനും കേടില്ല, നമുക്കും കേടില്ല, നാട്ടുകാർക്കും കേടില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണകരമായ കാര്യം. അതല്ല, കൊണ്ടു നടക്കാം, അതിനെ 10 ദിവസം കൂടെ കൊണ്ടു നടക്കാം, കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നടന്നാൽ ചിലപ്പോൾ ഇത് കുഴപ്പത്തിലേക്കായി ചാടുക. ഈ മതപ്പാടെന്ന് പറയുന്നത് അഹങ്കാരമാണല്ലോ. അതെ അതെ അതെ. മതം എന്ന് പറയുന്നത് അഹങ്കാരമാണ്, അതിനുള്ള സമയമാണ് അത് നമ്മൾ കവർന്നെടുക്കുക, നമ്മൾ അതിനെ നിയന്ത്രിച്ച് അതൊരിക്കലും ശരിയല്ല, ഒരു ആനക്കാരന് യോജിച്ചതല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലെ ഏറ്റവും വലിയ കാര്യം.